നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിന് നേരത്തെ ഡൽഹി പോലീസ് പെല്ലറ്റ് ഗൺ ആക്രമണം അടക്കം നടത്തിയിരുന്നു. അതിൽ പെല്ലറ്റ് ഗൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി സാഹിൽ ലോച്ചബിനെയും ഒപ്പം കൂട്ടിയപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ മിന്നൽ ധർണ നടത്തുകയാണ്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങിയത്. ആദ്യം മന്ത്രിമാർഗ് പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥിയും എത്തി. പിന്നീട് എന്നാൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം പാർലമെന്റ് സ്ട്രീറ്റിലെ DCP ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യാതെ മടങ്ങില്ലെന്ന കർശന നിലപാടിലാണ് അദ്ദേഹമുള്ളത്. DCP ഓഫീസിലെത്തിയ അദ്ദേഹം പോലീസ് നടപടിയെക്കുറിച്ചും അന്വേഷണം ഏത് ഘട്ടത്തിലാണെന്നും ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയെന്നുമൊക്കെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചിരുന്നു. DCPയുമായി നേരത്തെ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യാൻ DCP നിലവിൽ അവിടെയുള്ളവർ തയ്യാറായിട്ടില്ല. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാതെ മടങ്ങില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് നിലവിൽ രാഹുൽ ഗാന്ധി ഉള്ളത്. ഗുരുതരമായി പരിക്കേറ്റ സാഹിലിൻ്റെ കുടുംബവും രാഹുൽ ഗാന്ധിക്കൊപ്പമുണ്ട്. സമരത്തിന് പിന്തുണയുമായി അവിടേക്ക് പ്രിയങ്ക ഗാന്ധിയും ജയറാം രമേശും അടക്കമുള്ള മറ്റു കോൺഗ്രസ് നേതാക്കൾ കൂടി അങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ആസിഫ് മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, പറയൂ. ശ്യാമിലി, ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷന്റെ കവാടം അല്ലെങ്കിൽ പ്രദേശം മുഴുവൻ ഇപ്പോൾ പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. വലിയ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുള്ളത്. പോലീസ് സ്റ്റേഷന് മുമ്പിലും പ്രതിഷേധക്കാർ കൂടുതൽ വരാനുള്ള സാധ്യത മുൻനിർത്തി ഇപ്പോൾ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള തെരുവുകളിലേക്കും കൂടുതൽ പോലീസിനെ വിന്യസിക്കാനുള്ള ഒരു നീക്കം ഡൽഹി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ സ്റ്റേഷന്റെ മുമ്പിൽ നമുക്ക് ദൃശ്യങ്ങളടക്കം കാണാം. വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ഈ പ്രദേശത്തേക്ക് എത്തുന്നത് തടയുക ലക്ഷ്യമിട്ടുകൊണ്ടാണ് പോലീസിന്റെ നടപടി. സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം അടച്ചിട്ടുകൊണ്ട് കൂടുതൽ പ്രവർത്തകരകത്തേക്ക് കയറുന്നത് തടയാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും എത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഈ സമരത്തിലുണ്ടായിരുന്ന CJP പ്രവർത്തകരും ഇപ്പോൾ ഈ ഒരു ഇതിന് പിന്തുണയുമായി എത്താനുള്ള ഒരു സാധ്യതയാണ് എന്തായാലും പോലീസ് നോക്കിക്കാണുന്നത്. അങ്ങനെ വലിയ ഒരു പ്രക്ഷോഭമായി ഇത് മാറാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇപ്പോൾ പോലീസിന്റെ. ആസിഫ്, ഇതിൽ ഇപ്പോൾ കേസെടുക്കാൻ വിസമ്മതിക്കുന്നത് ഇതൊരു സർക്കാരിന്റെ ഒരു നിലപാടുള്ളത് കൊണ്ട് കൂടി ആയിരിക്കുമല്ലോ. അതായത് ഈ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടവർ അമിത്ഷാ വിശദീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിലൊക്കെ അവർ ഓരോ തവണ ചോദ്യം ഉന്നയിക്കുമ്പോഴും വഴുതി മാറുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്, വഴുതി മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിനും ഇതേ ആശയക്കുഴപ്പം തന്നെയാണോ? ഈ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന നിലയ്ക്ക് ഒരു FIR ഇടുമ്പോൾ തീർച്ചയായും അത് സർക്കാർ നിലപാടാണോ അതിൽ വിലങ്ങുതടിയാവുന്നത്? അതേ ആശയക്കുഴപ്പമാണോ നിലവിൽ പോലീസിനും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും ശ്യാമലി, പോലീസ് പറയുന്നത് ജൂലൈ 20-ന് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ഒരുമിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്കടക്കം കൈമാറാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പെല്ലറ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട അതിന് പ്രത്യേകമായി കേസെടുക്കാനുള്ള നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നെങ്കിൽ പോലും അങ്ങനെ പ്രത്യേകമായി കേസെടുക്കാതെ ആ ഒരു ദിവസം നടന്ന ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസെടുക്കുകയും അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു നിലപാടാണ് പോലീസ് പൊതുവെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് പോലീസ് അത്തരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു തുടങ്ങിയ ആരോപണങ്ങളിൽ സ്വാഭാവികമായും അങ്ങനെ ഓരോരോ കേസെടുക്കുമ്പോൾ അത് പോലീസിനെ കൂടുതൽ ആക്കും എന്നുള്ള ഒരു സൂചന കൂടി മുൻനിർത്തി തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ജൂലൈ 20 സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായും അത് ക്രൈംബ്രാഞ്ചിനടക്കം കൈമാറുന്ന നടപടികളിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അടക്കം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല. സാഹിലിന് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അത് ഓരോരുത്തർക്കും നീതി ലഭ്യമാകേണ്ടത് അത് അത്യാവശ്യമാണ്. സാഹിലിന്റെ കണ്ണിന്റെ കാഴ്ച ഇത്തരത്തിൽ പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ നഷ്ടപ്പെടുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും നീതി ലഭിക്കേണ്ടത്, സാഹിൽ അടക്കമുള്ള ഓരോരുത്തർക്കും നീതി ലഭിക്കേണ്ടത് ആവശ്യമാണത്. ഓരോ ഇരകൾക്കും
നീതി ലഭ്യമാകുകയും ചെയ്തേ പറ്റുകയുള്ളൂ. മാത്രമല്ല അമിത്ഷാ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നും രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ധർണയ്ക്ക് ശേഷം അദ്ദേഹം ധർണ ആരംഭിച്ചതിന് പിന്നാലെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ച ഉദ്യോഗസ്ഥരെ അടക്കം സംരക്ഷിക്കുന്ന നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും നീതി ലഭ്യമാകുന്നതുവരെയും ഈ ഒരു സാഹചര്യ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുന്നതുവരെയും ഇത്തരത്തിൽ താൻ ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി രാഹുൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ജനറൽ മെമ്പർഷിപ്പ് പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളും മറ്റ് പ്രവർത്തകരും നിൽക്കുകയാണ്. ഇപ്പോൾ കവാടം പോലീസ് പൂർണ്ണമായും തടിച്ചുകൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നടക്കം കാണാം. പോലീസ് സ്റ്റേഷന്റെ പുറത്ത് ഇപ്പോൾ നിരവധി പ്രവർത്തകർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പോലീസ് ഇപ്പോൾ തന്നെ നിരവധി പോലീസ് വാഹനങ്ങളടക്കം അങ്ങോട്ട് ബസ്സുകളടക്കം എത്തിയിട്ടുണ്ട്. സ്റ്റേഷന് പുറത്ത് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതകളിലേക്ക് അടക്കം പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് പ്രതിഷേധം CJP പ്രതിഷേധം പോലെ കൂടുതൽ പ്രവർത്തകരെത്തിയത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക സ്വാഭാവികമായും ഡൽഹി പോലീസിനും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാഹിലിനൊപ്പം തങ്ങളുടെ മാതാവും ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉണ്ട്. ഏതായാലും അവരുമായും അഭിഭാഷകരുമായും എല്ലാം ആശയവിനിമയം കോൺഗ്രസ് നേതാക്കൾ തുറന്നുകൊണ്ട് ഇരിക്കുന്നു. ഏതായാലും ആ ഒരു പ്രതിഷേധം അത് കൂടുതൽ കടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. രാഹുൽ രാവിലെ ഇത്തരത്തിൽ DCP ഓഫീസിലേക്കും മറ്റും എത്തിയപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ എടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അറിയിക്കുക, ഈ കേസിൽ നടപടികൾ വേഗത്തിലാക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കാനാണ് എത്തിയത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യം മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തി രാഹുൽ അവിടെ നിന്നാണ് വിദ്യാർത്ഥിയുമായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് എത്തുന്നത്. പിന്നീടാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ FIR സാഹലിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇടാൻ തയ്യാറാകത്തിൽ പ്രതിഷേധിക്കാൻ തീരുമാനിക്കുകയും കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്. ശാമിൽ.